ബാക്ക് ടു പിനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തലേ ദിവസം രാത്രി ഉറങ്ങാൻ പോയ ആളാണ് ഞാൻ. പക്ഷേങ്കിൽ രാത്രി നൈതിക്കുട്ടനെ ചെറുതായി ഒന്ന് പനിച്ചു തുടങ്ങി. അപ്പം തന്നെ ഞാൻ കാൽപ്പോളൊക്കെ കൊടുത്തു. പക്ഷേങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചെറിയ ചൂടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു സായുജും ലീവ് എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി നിന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പോവേണ്ട, നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സായുജും ലീവ് എടുത്ത്. അതിനുശേഷം സായുജും നൈതിക്കുട്ടൻ ഉറങ്ങാണ്. അപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് അടുക്കളയിലുള്ള പണിയൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ച്. നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, കാരണം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പെട്ടെന്ന് തന്നെ കാണിക്കാനുള്ള കാരണം എന്താ അറിയോ, ഇവിടെ എല്ലാം ബാംഗ്ലൂർ കുറേ ആൾക്കാർക്ക് ഡെങ്കുവിൻ്റെ കേസസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മരുന്ന് കൊടുത്ത് കുറവില്ലെങ്കിൽ വീണ്ടും പോയി ഡോക്ടറെ കാണിച്ച് വീണ്ടും ആ ഡോക്ടർ തരുന്ന മരുന്ന് കുടിച്ച് 2 ദിവസം കുടിച്ച് കുറവില്ല, വീണ്ടും ഡെങ്കു ടെസ്റ്റ് ചെയ്യാൻ പോവാം. അങ്ങനെയൊന്നും ചെയ്യാണ്ട് അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ പോയി കാണിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നിട്ട് രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് പുട്ടാണ് ഉണ്ടാക്കേണ്ടത്. നൈതിക്കുട്ടൻ കഴിക്കുമെന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് പനിയുള്ള സമയത്ത് അങ്ങനെ ഒന്നും കഴിക്കൂലല്ലോ മക്കൾ. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ വേറെയുള്ള സാധനങ്ങളൊന്നും തിന്നാൻ വേണ്ടി കുത്തി അങ്ങനെ വാശി പിടിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യിക്കൂല കേട്ടോ. വെള്ളം നല്ലോണം കുടിക്കാൻ പറയും, അത് മാത്രമേ ഉള്ളൂ. വേറെ അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കൽ. അപ്പോൾ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ചപ്പാത്തി മാവുണ്ട്. ചിലപ്പോൾ അവനോട് ചോദിച്ചിട്ട് ചപ്പാത്തിയോ പൂരിയോ അവൻ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പുട്ടിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചായയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ലോണം ലേറ്റ് ആവും. അപ്പോൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്കതങ്ങ് കഴിക്കാമല്ലോ. അല്ലാണ്ട് ഡോക്ടറെ കാണിച്ച് വന്ന് വീണ്ടും ആരെങ്കിലും കറിയൊക്കെ വെക്കാൻ നിൽക്കില്ലല്ലോ. എൻ്റെ അതും പ്രത്യേകിച്ച് എന്നെ പോലത്തെ മടിച്ചുകൾ വെക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ ചോറ് മാത്രം വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ പണിയെല്ലാം വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാമല്ലോ. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഈ ഇങ്ങനെ പനിയെല്ലാം വരുന്ന സമയത്ത് എപ്പോഴും ഒരാൾ കൂടെ വേണമെന്നുണ്ടാവില്ല. അതിപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ്. ഈ പനി വരുമ്പോൾ നമുക്ക് ഈ മേലൊക്കെ എല്ലാം വേദന എടുത്ത് ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെ പൊളയുന്ന സമയത്ത് ദൈവമേ ആരെങ്കിലും വരണം നമ്മളിത് കെട്ടിപ്പിടിച്ച് കിടക്കും. അങ്ങനെ നമ്മൾ അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തെല്ലാം ചോദിക്കലില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ പിള്ളേർ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയത്ത് പണിയെല്ലാം പെട്ടെന്ന് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് സാഹചര്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരാൾ മാനേജ് ചെയ്യാനുണ്ടല്ലോ. അതല്ലാന്നാണെങ്കിൽ നൈതിനെ നോക്കണം, ഭക്ഷണം അവന് കൃത്യസമയത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അമ്മമാരെയും കൂടിയാണെങ്കിൽ തീർന്ന് കാര്യം കടുവിന് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കുമല്ലോ. അതിപ്പോൾ വർക്ക് ചെയ്യുന്ന അമ്മമാരെന്നെ ആവണമെന്നില്ല. നമ്മൾ സാധാരണ വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം കുട്ടികളെ നോക്കാൻ വേറെ ആരുമില്ല, അടുക്കളയിൽ കയറാനും വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പൊട്ടിത്തെറിക്കാൻ പറ്റുകയില്ല. കാരണം മക്കൾ സുഖമില്ലാണ്ട് കിടക്കുന്ന, അപ്പോൾ അവർക്ക് നമ്മളെ വേണം. അതേസമയം അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണവും കൊടുക്കണം, അതും നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ നമുക്ക് പൊട്ടിത്തെറിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയെല്ലാം വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അതെല്ലാം ഈ അമ്മമാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില അച്ഛന്മാർക്കും പറ്റുമായിരിക്കും, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നുന്നു അമ്മമാർക്കാണ് കൂടുതലും പറ്റുക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ എൻ്റെ മുന്നേത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു ഫോളോവർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ച, ചേച്ചി ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ഇങ്ങനെ ചീത്ത പറയുന്നത്, അപ്പോൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഞാനൊരു നല്ല അമ്മയല്ലേ എന്നെല്ലാം എനിക്ക് തോന്നിപ്പോരണം, അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്നൊക്കെ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അതായത് അവർ ഇങ്ങനെ എന്തെങ്കിലും വാശി പിടിക്കുന്നതാക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റ് നമ്മളൊന്ന് ഫ്രീസ് ആക്കിയിട്ട് നമ്മൾ ദേഷ്യപ്പെടാണ്ടിരിക്കുക. അവരോട് സ്മൂത്തായിട്ടൊന്ന് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തിരിച്ച് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അവരുടെ നിന്ന് കിട്ടും എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞ് നോക്കിയിട്ട് ആ കുട്ടിയും ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെ എനിക്ക് മനസ്സിലായത്, അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമുക്കതാണല്ലോ തിരിച്ച് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ട്, നമ്മളെ കുട്ടികളെ നല്ല നാളേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലേ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം വെറുതെ അല്ലേ. ഫുൾ നെഗറ്റീവ് വൈബിൾ ഒരു കുട്ടീനെ വളർത്തിയെടുത്തിട്ട് വെറുതെ എന്തിനാണ് നാളെ വേറൊരാൾക്കും കൂടി നമ്മളത് പ്രശ്നമാക്കുന്നല്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളെ മെൻറ്റാലിറ്റീനെയും കൂടി ഒന്ന് മാറ്റുന്ന ഒരു ലൈഫ്, സത്യം പറഞ്ഞാൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു കാര്യം ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ പക്ഷേ എപ്പോഴും നമുക്കിങ്ങനെ ഒരു പുഷ് കിട്ടണം, എന്നാലേ നമ്മളത് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ പാർട്ട്ണറിനോ പാരൻസിനോ നമുക്കിപ്പോൾ എല്ലാ ദിവസവും വന്ന് പറയാൻ പറ്റും, നീ അങ്ങനെ ചെയ്യല കുട്ടീൻ്റെ അടുത്ത്, നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ
എന്നൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ തന്നെ, അത് പ്രത്യേകിച്ച് നമ്മളെ ഭർത്താക്കന്മാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ ഒരു അടി പൊട്ടി, എപ്പോൾ പൊട്ടിയും ചോദിച്ചാൽ മതി അല്ലേ. പക്ഷേ അതേസമയം നമുക്കൊരു ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള നമ്മളെന്താണ് ആ ഒരു കാര്യം, ആ ഒരു പോസിറ്റീവ് കാര്യം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ടീം ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു ഈസി പീസി കോഴ്സ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ഞാൻ അറിയുന്നത് കേട്ടോ. നമുക്ക് നമ്മളെ കുട്ടികളെ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പ്രത്യേകിച്ച് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ, അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാ മാറ്റങ്ങളിലും നമ്മൾ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നമുക്കൊരു പുഷ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. So today we are going to discuss the importance of using positive words. You can write the heading importance of using positive words. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay. The first point is positive words always build self-confidence of the children. അതായത് നമ്മൾ പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ചിൽഡ്രൻക്ക് അവരുടെ മേലുള്ള കോൺഫിഡൻസ് നല്ലവണ്ണം വർദ്ധിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈസി പീസി, അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഈ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നൊരു ഭാഗം വരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് വേണ്ടത്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിപ്പോൾ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം നിങ്ങളെപ്പോലെ തന്നെ, അതായത് നമ്മളെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാകുന്ന അതേ സ്ട്രെസ്സിലൂടെയാണ് ഞാനും ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എനിക്ക് പെട്ടെന്ന് ചെറിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നൈദീൻ്റെ അടുത്ത് ദേഷ്യം പിടിക്കാതിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളിതൊക്കെ ചെയ്യുന്ന അവന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യും, ഞാനിങ്ങ് പൈസ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളെ ക്വാളിറ്റി ടൈം കൊടുത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തില്ലേ, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം വെറുതെയാണ്, വെള്ളത്തിൽ വരച്ച വരാമെന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും എനിക്കൊരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഭയങ്കര മാറ്റമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പുഷ് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ത്വര ഭയങ്കര കൂടുതലായിരിക്കും. ഞാനിപ്പം ഒരു 3 ആഴ്ച ഈ ഒരു സാധനം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ചില സമയത്ത് നമ്മൾ ദേഷ്യം പിടിക്കാൻ പോകുമ്പോൾ ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മളെ മൈൻഡിനെ ശരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുമല്ലോ. ഓക്കെ മാം, എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ എപ്പോഴും ഇങ്ങനെ വാശി പിടിച്ച് കരയുമല്ലോ പല കാര്യങ്ങൾക്ക്. അവർക്കിങ്ങനെ ഏജ് മാറുന്നതിനനുസരിച്ച് എന്തായാലും വാശി കൂടിക്കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് എന്തെങ്കിലും എന്താ പറയുക പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കാട്ടെ. ഞാൻ അത്രയും കംഫർട്ടബിൾ ആക്കി ഇരുത്തിക്കൊണ്ടാണ് അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ 1-on-1 മെന്ററിംഗ് ആണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഇവർ ബാക്കിയുള്ള കോഴ്സസ് എല്ലാം അവർ ചെയ്തു കൊടുക്കുന്നത്. ഇവർക്ക് pre-KG കോഴ്സസ് ഉണ്ട്, ക്ലാസ് റൂം കോഴ്സസ്, ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് റീഡിങ് റൈറ്റിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒരു 20 to 40 ഡേയ്സിനുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കളെ മനസ്സറിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അറ്റൻഷൻ സീക്കിങ്, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുള്ള ക്ലാസ്, അങ്ങനെയൊക്കെ അവർക്കുണ്ട്. ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ECPC കോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചില ആൾക്കാരുണ്ടാവില്ല, പെട്ടെന്ന് കല്യാണം കഴിച്ച് സെറ്റിൽഡായി, പക്ഷേ അവർക്കൊരു ജോലി നോക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നാൽ പുറത്ത് പോയി പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാവില്ല. അതേസമയം ഈ ഒരു കോഴ്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് 100% പ്ലേസ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ ഏതെങ്കിലും ഒന്നിൽ അറ്റൻഡ് ചെയ്ത് പഠിച്ച് നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്ലേസ്മെൻറ്റും ഇവർ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഇത്രയും അടിപൊളിയായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മളെ പ്രത്യേകിച്ച് ഇത് വീട്ടമ്മമാർക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആവുക, അല്ലെങ്കിൽ അമ്മമാർക്കാണ് യൂസ്ഫുൾ ആവുക. വീട്ടമ്മ എന്ന് പറയുന്നില്ല, അമ്മമാർക്കാണ് യൂസ്ഫുൾ ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്, ഭയങ്കര ഈസി ആയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് വേറൊരു പ്ലാനും കൂടിയുണ്ട്. നമ്മളെ നൈതികുട്ടനെയും കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്യണം. ഇവർക്ക് 3 വയസ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള കുട്ടികളുടെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറേ സമയം കാർ കൊണ്ട് കളിക്കും, കുറച്ച് സമയം TV കാണും. അതൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി എൻഗേജ്മെന്റ് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനിപ്പോൾ 3 വയസ്സായിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള. കാരണം ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഇവർ ഈ ഒരു കോഴ്സിനകത്ത്. അപ്പോൾ നമ്മളെ മക്കൾക്കും കൂടി നല്ലത് കൊടുക്കണ്ടേ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇത് വേണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇപ്രാവശ്യം
2 പുട്ടുപൊടികളാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച വാങ്ങിയ പുട്ടുപൊടീൻ്റെ പാക്കറ്റിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയതിൻ്റെ അകത്തുള്ള ബാക്കി അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് സെറ്റാക്കാൻ വേണ്ടി വെച്ചത്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് നനവ് കൂടുതലുള്ളത് പോലെ തോന്നി. പക്ഷേ ഉണ്ടാക്കി കഴിച്ചപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷേ ശരിക്കും നല്ല സോഫ്റ്റ് പുട്ടുണ്ടാവില്ല. ഇപ്രാവശ്യത്തെ കുറച്ച് ഹാർഡായിട്ടാണ്. എനിക്ക് 2 പൊടി മിക്സ് ആക്കിയത് കൊണ്ടാണോ അല്ല എൻ്റെ വെള്ളം കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല. വെള്ളം കൂടിപ്പോയെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒഴിക്കുന്ന പോലെ 1 കപ്പിന് 1 കപ്പ് വെള്ളം, 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് അരി കഴുകി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഐതിക്കുട്ടൻ വന്നിട്ട് പറയുന്നതിൻ്റെ അടുത്ത് അമ്മ എന്നെ എടുക്കണം, അങ്ങോട്ടേക്ക് പോകണം, അവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ പനിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ ഞാൻ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ, കുറേയൊക്കെ പറയണം എന്നാലേ ഞാൻ എടുക്കുള്ളൂ. ഇപ്പം ഞാൻ സുഖമില്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് അങ്ങനെ സോഫയിൽ കൊണ്ടുവരുന്നപ്പോൾ പിന്നെ അവൻ അങ്ങനെയാണ്. പനി വന്നാൽ അല്ല എന്തെങ്കിലും സൂക്കേട് വന്ന സാഹചര്യം പോലെ തന്നെയാണ്, ഭയങ്കര ഇതായിരിക്കും. അങ്ങനെ വരുന്ന കാണുമ്പോൾ തുടങ്ങുമെന്നും അറിയില്ല. അതുപോലെയാണ് നൈതിക്കുട്ടൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കമ്പിളി വേണം അമ്മേ, തണുക്കുന്നതെന്ന് പറഞ്ഞു. പനി ആയതുകൊണ്ട് തണുപ്പ് ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കമ്പിളിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത്, ഒരു കുഞ്ഞ് കമ്പിളി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കൊടുത്ത്. അപ്പോഴത്തേക്കും സായുജിന് എന്തൊക്കെയോ പിന്നെ ഇന്ന് പോവാത്തവൻ്റെ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സായുജിൻ്റെ അടുത്ത് ആക്കിയാവന. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും പുട്ടെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള അരി ഇട്ട് വെച്ചിട്ടുണ്ട്, കുറുവയാണ്. പക്ഷേ അതൊന്ന് തിളച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് വന്ന് പുട്ട് ആവി കയറ്റാൻ വേണ്ടി റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ചോറ് പകുതി വെന്തതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് കഞ്ഞി ആക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചോറിൻ്റെ വേവ് പോരല്ലോ കഞ്ഞിക്ക്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നൈതീൻ്റെ കുപ്പിയുണ്ട്, അതിനകത്ത് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ അതും ക്ലീൻ ചെയ്യാണ്. അത് ഞാൻ കുപ്പി എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ. നമ്മൾ അയക്കേണ്ട ബ്രഷും നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പർ വെച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഉപയോഗിക്കരുത് എന്നിങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനകത്തുള്ള പ്രിൻറ്റ് ഇങ്ക് ഭയങ്കര ടോക്സിക് ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ ഉപയോഗിക്കില്ല. മിക്കവാറും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ അയക്കേണ്ട ബ്രഷ് ഉണ്ടല്ലോ നല്ല നീളമുള്ള അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെ അതും ക്ലീൻ ചെയ്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് പിന്നെ അലക്കാനും കൂടി ഇടട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും ലേറ്റ് ആക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടർ അവിടെ വരാൻ വേണ്ടി ലേറ്റ് ആവും. ഡോക്ടർ കൺസൾട്ടേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 11:45 to 12 ആ ഒരു സമയത്തിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുന്നേ ടോക്കൺ എടുക്കാനോ ഒന്നും പറ്റുമൊന്നുമില്ല. നമ്മൾ അവിടെ നേരിട്ട് പോയിട്ട് കാണിക്കുകയാണ് വേണ്ടത്. നല്ല ഡോക്ടറാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം, ഒരു ഇത്തിരി ദൂരമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അടുത്താണ്. ട്രാഫിക്കെല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഡോക്ടർ തന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണിക്കും. ഇതിന് മുന്നേ വേറൊരു ഡോക്ടറിനെ കാണിക്കുക, ഒരു ക്ലിനിക്കിലായിരുന്നു, നല്ല ഡോക്ടറായിരുന്നു. ഇത് എന്നാൽ നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ദൂരം ജാസ്തി ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഇവിടെ അടുത്തുള്ള ഡോക്ടറെ തന്നെ കാണിച്ചു. ഈ ഡോക്ടർ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ലാസ്റ്റ് 2-3 പ്രാവശ്യം ഇവിടെ തന്നെയാണ് കാണിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ പുട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചു. അപ്പം നൈതീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നൈതി പുട്ട് തിന്നോ നീ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പൂരി വേണം എന്ന് പറഞ്ഞു. പക്ഷേ പൂരി ഒന്നും ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല തിന്നുന്നുള്ളത്. പൂരി അവന് പൊതുവേ ഭയങ്കര ഇഷ്ടം, നിങ്ങൾക്ക് അറിയാമല്ലോ, പൂരിയും ചപ്പാത്തിയെല്ലാം ഭയങ്കര ഇഷ്ടം. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം പൂരി തിന്നുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്നാലും അഥവാ ഇനി തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പൂരിയും ചുട്ടു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓന് മാത്രമേ, നമുക്കില്ല. അല്ലാണ്ട് സുഖമില്ലാത്ത സമയത്തൊക്കെ പൂരി വേണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചുട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളെന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെ കഴിച്ചാൽ മതി എന്ന് പറയാം. പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ പൂരി ചുടുന്നുണ്ട്. പൂരി ചുടുമ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു ഇതിലേ ഞാൻ യൂസ് ചെയ്യുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് യൂസ് ചെയ്യില്ല. അത് ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ പൂരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എണ്ണ നല്ലോണം ചൂടാക്കും. നല്ലോണം എന്ന് വെച്ചാൽ അങ്ങനെ തിളക്കും അങ്ങനെ എണ്ണ. എന്നിട്ട് ആ സമയത്ത് ഈ ഉരുളേന ആ എണ്ണയിൽ ചെറുങ്ങനെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ കൗണ്ടർ ടോപ്പുമ്മൽ വെച്ച് തന്നെയാണ് ഞാനിങ്ങനെ പരത്തിയിട്ട് എടുക്കുക. എനിക്ക് അങ്ങനെയാണ്. മറ്റേതിൻ്റെ അകത്ത് ഈ എണ്ണയും കൂടി ആക്കിയിട്ട് ആ ഷീറ്റുമ്മൽ വെച്ച് പരത്തുമ്പോൾ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടൂല. ഇതാകുമ്പം അടിപൊളിയായിട്ട് കിട്ടും. ഈ ഒരു ഐഡിയ ഞാൻ പഠിച്ച സായുജിൻ്റെ അച്ഛൻ്റെ എടുക്കുന്ന സായുജിൻ്റെ അച്ഛനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടത്. ഈ എണ്ണയിൽ ഇങ്ങനെ പൂരീൻ്റെ ബോൾ ഇങ്ങനെ ചെറുതായി ഒന്ന് മുക്കിയിട്ട് ആ ഒരു എണ്ണമേലേക്ക് തന്നെ കൗണ്ടർ ടോപ്പുമ്മൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ സായുജിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് നൈതിക പൂരി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് മൊത്തത്തിലല്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് പോയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നൈതി പറഞ്ഞു അമ്മ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവനെയും കൊണ്ട് സോഫയിൽ പോയി ഇരുന്ന് അവന് കണക്ക് വിശന്നിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സായുജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കും കൂടെ വാരി തന്നെ, എന്നാലും പിന്നെ ഇനിയിപ്പോൾ ഓൻ എന്തായാലും എന്നെ പോകാൻ വിടില്ല, അപ്പോൾ ആ സമയം നമുക്ക് ലാഭിക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സായുജ് എനിക്ക് ഇങ്ങനെ വാരി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ കുളിച്ച് മാറ്റാനൊന്നുമില്ല. സായുജ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഓഫീസ് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് സാഹചര്യം മാറ്റേണ്ട, എനക്കും നൈതിക്കുട്ടനും മാത്രമേ മാറ്റേണ്ട. അപ്പോൾ നമ്മൾ ഡോക്ടർ വരുന്ന സമയം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുക്കുന്നത്. ഞാനിങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാൻ ഇതിനെ ചെറുതിൽ നമ്മൾ എത്ര എടുത്ത് നടന്നേ ആ ചെറുതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചെറുത് തന്നെ, എന്നാലും ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ വാവൂ പറഞ്ഞ് നമ്മൾ ഉറക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, അതിനേക്കാളും വലുതായില്ലേ. മക്കൾ വേഗം വളരും എന്ന് പറയുന്നത് അല്ലേ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. ആ സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ, അതായത് നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ അന്നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നമ്മൾ എന്താണ് ഈ മടിയിൽ ഇങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് കാല് നീട്ടി വെച്ചിട്ട് തലയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കിടത്തൂല, അതൊന്നും ഇനിയിപ്പോൾ പറ്റൂലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കാനും. അപ്പോൾ നമ്മളെ സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സായുജ് ഇസ്തിരി ഇട്ടാന്ന് ഞാൻ നൈതിക്കുട്ടൻ്റെ കുപ്പായെല്ലാം മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും സായുജ് ബാക്കിയുള്ള പരിപാടികൾ നൈതിൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തു വെച്ച്. കാരണം പോകുന്ന വഴിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ്. അതെപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അവന് ഈ BB എന്ന് പറയുന്നത് പാല് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഈ കുപ്പിയിൽ ഈ ഒരു വെള്ളമാണ് അവന് വേണ്ടത്. അങ്ങനെ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു കേട്ടോ നൈതിക്ക്. കഴിഞ്ഞ പ്രാവശ്യം പനിച്ചപ്പോൾ ഇതുപോലെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ അവന് തലവേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല, നമുക്കേ സഹിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് പോകുമ്പോഴത്തേക്കേ കഞ്ഞി ഉണ്ടാക്കിയോണ്ട് പ്രശ്നമില്ല. കാരണം അവന് വരുമ്പോഴത്തേക്ക് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ മുതലേ ഒന്നും തിന്നില്ല, കൊടുത്ത പൂരിയും ഒന്നും മൂപ്പര് തിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കഞ്ഞി കൊടുക്കുമ്പോഴത്തേക്കും വയറ്റിൻ്റെ ഉള്ളിൽ ഗ്യാസ് കയറി. രാവിലെ മുതൽ ഒന്നും തിന്നാണ്ടിരുന്നില്ല, വെറും വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. അങ്ങനെ ഗ്യാസ് കയറിയിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ വൊമിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കഞ്ഞി ഒരു സ്പൂൺ ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ കുംഭവേദന എടുക്കുന്ന അമ്മയെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഗ്യാസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കഞ്ഞി കൊടുക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വയറിന് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു സ്പൂണ് കഞ്ഞിയും ഗ്യാസും അടക്കം പുറത്തേക്ക് വന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കഞ്ഞിയൊക്കെ അവൻ കുടിച്ചു. അതുകൊണ്ട് അത്രയും കുടിക്കേണ്ടത്, നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, സുഖമില്ലാത്ത സമയത്ത് അത്രയല്ലേ വേണ്ടുള്ളൂ. അങ്ങനെ അവൻ അത് കൊടുത്ത് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഒരു കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പനീർ കറി. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ അതും കൂട്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നേരം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ചോറ് പോകുന്നതിന് മുന്നേ വാർത്ത് വെക്കണം എന്ന് വിചാരിച്ച്. പക്ഷേ എങ്കിൽ ലാസ്റ്റോട്ടായപ്പോൾ നൈതിക്ക് കരച്ചിൽ ജാസ്തിയായി. പിന്നെ ഡോക്ടർ വരുന്ന സമയവും കൂടി ആയതുകൊണ്ട് നമ്മൾ വേഗം പോയി. അന്നേരം വാർത്തിട്ടുണ്ടായില്ല, ഞാൻ തിരിച്ച് വന്നിട്ടാണ് വാർക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചോറ് തിന്ന് കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടല്ലോ അതും കൂടെ ഞാൻ അങ്ങ് കഴുകി വെച്ച്. കാരണം സായുജ് ഉള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. സായുജ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അവനെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലത്തെ രാത്രിയത്തെ ഉറക്കം എനിക്ക് റെഡി ആയിട്ടില്ല. കാരണം ഞാൻ ചെന്ന് കിടക്കും, എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോയി കിടക്കുമ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി മൊത്തം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളെ മനസ്സിനുള്ളിലും നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. നമ്മളെ മോൻ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തൊട്ടുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു, പനി കുറവുണ്ടോ എന്നുള്ള. അപ്പോൾ ഉറക്കം ശരിയാവാത്തത് കൊണ്ടും പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൻ്റെ കൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 കൂടി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന വൈകുന്നേരം കാലുമുകലൊന്ന് കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് പിന്നെയാണ് മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ രാവിലെ ഡോക്ടർ കാണിച്ച് വന്ന സമയത്ത് കൊടുത്തിയാണ്, പിന്നെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കൊടുക്കേണ്ട സമയമുണ്ട്, കാൽപ്പോള് വീണ്ടും കൊടുക്കുകയാണ്. മരുന്ന് കുടിക്കാൻ ആദ്യമല്ല ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇതിക്ക് ചെറുതായിരുന്ന സമയത്ത്, ചെറുതിലെന്ന് പറഞ്ഞാൽ ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സൂക്കടൊക്കെ വന്ന സമയത്ത് മരുന്ന് കുടിക്കാൻ പാടായിരുന്നു. പിന്നെ അതിന് മുന്നേ കുഴപ്പമില്ലായിരുന്നു, അതിന് ശേഷം ഇപ്പം കുഴപ്പമില്ല. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പം അങ്ങനെയാണ് മരുന്ന് കുടിക്കാൻ. ഡോൾഫിൻ്റെ മരുന്നാണോ എന്ന് ചോദിക്കുക. ആ മൂടിനകത്ത് ഒരു ഡോൾഫിനിൻ്റെ ചിഹ്നം ഉണ്ടാവും, ആ ഒരു മരുന്നാണോ എന്ന് ചോദിക്കും. ആന്ന് പറഞ്ഞാൽ അതങ്ങ് കുടിച്ചോളൂ. അങ്ങനെ പിന്നെ ഞാൻ അവനെ ഒരു പുതപ്പൊക്കെ പുതച്ച് കൊടുത്തിട്ട് അവിടെ സോഫയിൽ അങ്ങനെ കിടത്തി. കുറച്ച് സമയം TV കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ കിടത്തി. പിന്നെ സായുജ് അവിടെ ഉണ്ടായിരുന്നു, മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നൈതിക്ക് കഞ്ഞി തന്നെയാണ് രാത്രിയും കൊടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡയറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കഞ്ഞി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആൾ കുറച്ച് ഉഷാറായി. 2 നേരം മരുന്ന് കുടിക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമുണ്ടല്ല. വൈറൽ ഫീവർ തന്നെയായിരിക്കും മിക്കവാറും, സ്കൂളിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാനും കുളിച്ചു വന്ന് എല്ലാവരും റെഡിയായി. ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡിന്നറിന് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അത് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച്. ഉച്ചയ്ക്ക് ലേറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് വിശക്കുന്നുണ്ടായില്ല. പിന്നെ നൈതികുട്ടനെ കഞ്ഞിയുണ്ട്, ആ കഞ്ഞി ഒന്ന് ചൂടാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ കഞ്ഞി ചൂടാക്കി എടുത്ത് അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ കുറച്ച് സമയം ഇന്ന് കുറച്ച് ഫ്രീ ടൈമെല്ലാം കിട്ടില്ല, കുറച്ച് സമയം ഇങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ച്. ഇത് സായുജ് കൈ
കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളിങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൈതി പെട്ടെന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ഒരു സാധനമില്ലേ കമ്പീനെ കൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധിച്ചു തരാൻ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഞാൻ കുറേ ദിവസമായി നോക്കണം എന്ന് വിചാരിക്കുന്നു, മറന്നുപോയി. പിന്നെ അത് വെച്ച് നമ്മൾ കുറച്ച് സമയം കളിച്ച് പിന്നെ അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, എന്നാലും നമ്മളെ പുതിയ വീഡിയോസ് നല്ല നല്ല കണ്ടൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.